ദീദി ദാമോദരൻ നമ്മളോട് കൂടെ ചേരുന്നുണ്ട്. ശ്രീമതി ദീദി, താങ്കൾക്ക് കേൾക്കാമെന്ന് തന്നെയാണ് കഴിയുന്നത്. ആദ്യം ഈ വിധിയെക്കുറിച്ച് തന്നെയാണ് അറിയേണ്ടത്. എങ്ങനെയാണ് കാണുന്നത് വിധിയെ? വിധി പ്രസ്താവം കഴിഞ്ഞപ്പം വളരെ നിരാശ തോന്നി. കാരണം കേരളത്തിൽ ഇത്തരം കേസുകൾക്ക് എല്ലാം ഒരേ പാറ്റേൺ ആണല്ലോ എന്നുള്ളത് വലിയ നിരാശ ഉണ്ടാക്കി. പ്രതിസ്ഥാനത്ത് പ്രബലരായിട്ടുള്ള ആൾക്കാരുണ്ടാവുമ്പോൾ അതിജീവിതമാർക്ക് ഇതുപോലെ അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ മുഴുവനും നിഷേധിക്കപ്പെടുകയും ഒരു ഗൂഢാലോചന എന്ന് പറയുന്നത് അത് കുറ്റക്കാരാണ് എന്ന് അതുവരെ കുറ്റം ആരോപിച്ചവർ അവർക്കെതിരായിരുന്നു ഗൂഢാലോചന എന്നതുമൊക്കെ കേരളത്തിൽ ഇത്തരം കേസുകളിൽ ആവർത്തിക്കപ്പെടുകയാണ് ചെയ്തത്. ഇതുതന്നെയാണ് ഐസ്ക്രീം പാർലർ കേസിൽ അജിത നടത്തിയ ഗൂഢാലോചനയിൽ അജിത കുറേ പരാതിക്കാരുമായി വന്നു. രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുകളോ അല്ലെങ്കിൽ പകപോക്കലോ അതിന് വേണ്ടി അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞ അതേ ആവർത്തനം ഇപ്പോൾ ഇന്നത്തെ 8ാം പ്രതിയായിട്ടുള്ള ആൾ, ഏറ്റവും പ്രബലനായിട്ടുള്ള ഒരാൾ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോഴാണ് നിരാശ തോന്നിയത്. കാരണം കേരളം ഒട്ടും മുന്നോട്ട് പോയിട്ടില്ല എന്ന് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് ഐസ്ക്രീം പാർലർ കേസ് ഉണ്ടാവുന്നത്. അത് തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് കടുത്ത നിരാശ ഉണ്ടാക്കി. പക്ഷേ തയ്യാറായിരുന്നു. ഇന്ന് രാവിലെ വരെയും ഇത് തന്നെ ആയിരിക്കും ഇതിൻ്റെ വിധി എന്ന് ഏതാണ്ട് അറിയാമായിരുന്നു. കേരളത്തിൽ ഇത്തരം കേസുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് വ്യത്യാസമായിട്ടുള്ള ഒന്നും ഇതിലും സംഭവിക്കാനില്ല എന്നറിയാമായിരുന്നു. പക്ഷേ എന്നാലും അത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ നിരാശ ഉണ്ടാക്കുന്നത് ഒരേ കാര്യത്തിൻ്റെ ആവർത്തനം കേൾക്കേണ്ടി വന്നപ്പോഴാണ്. ഇത് ഈ വിധിക്ക് ശേഷം അതിജീവിതയുമായി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നോ? ഇല്ല, ഇന്നലെ രാത്രി കോൺടാക്ട് ചെയ്തിരുന്നു, മെസ്സേജ് അയച്ചിരുന്നു. വിധിക്ക് ശേഷം കോൺടാക്ട് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ അപ്പീൽ പോകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതിജീവിത ഇനിയിപ്പോൾ എന്ത് തീരുമാനിക്കുന്നു എന്ന് തന്നെയാണ് അറിയേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ 8 വർഷമായി എന്താണ് അവർ അനുഭവിക്കുന്നത്, ഏതൊക്കെ സാഹചര്യത്തിലൂടെയാണ് അവർ നടന്നു പോകുന്നത് എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. വലിയൊരു ട്രോമ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും അവരുടെ കൂടെ തന്നെ ഉണ്ട്. അവരത് ഓവർകം ചെയ്ത് വരുന്നേ ഉള്ളൂ. അതിനിടയിൽ ഇങ്ങനെ ഒരു വിധി വരുന്നു. ഇനിയിപ്പോൾ മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? അതെന്തൊരു എക്സോസ്റ്റീവായിട്ടുള്ള ഒരു ജേണി ആയിരുന്നു ഈ 9 വർഷത്തോളം അവർ നടത്തിയത് എന്ന് നമ്മളെല്ലാവരും നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യം സർക്കാരിന് അപ്പീലിന് പോകണം എന്ന് തോന്നി എന്നുള്ളതാണ്. അതിജീവിതയ്ക്കൊപ്പം എന്ന ഒരു പ്രസ്താവന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് അതിജീവിതയ്ക്ക് ഇനിയും ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പറ്റില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അത്രയും എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു വിധി 9 വർഷത്തിന് ശേഷം വന്നപ്പോഴും വീണ്ടും ആ പോരാട്ടം തുടരാൻ വേണ്ടി അവരിനിയും ആ യാത്ര തുടരേണ്ടതുണ്ട് എന്ന് ഓർക്കുന്നത് നമുക്കെല്ലാവർക്കും, കൂടെ നിന്ന് എല്ലാവർക്കും ഈക്വലി എക്സോസ്റ്റീവ് ആയിരുന്നു അത്. അതുതന്നെയാണ് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഈ ഒരു വിധി നമ്മൾ ഏവരും തന്നെ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇതിലപ്പുറത്തേക്കൊന്നും പോവില്ല. കാരണം നമ്മളിത് കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ടുവരികയാണ്. ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. പക്ഷേ വിധി വന്നതിന് ശേഷം ഈ പ്രതിയുടെ 8ാം പ്രതിയുടെ ദിലീപിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. മഞ്ജു വാര്യരെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണത്തിൽ നിന്നാണ് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ. മഞ്ജുവിന്റെ ഒരു പരാമർശത്തിൽ നിന്നാണ് തനിക്കെതിരായി ഗൂഢാലോചന മുന്നോട്ട് വരുന്നത് എന്നതാണ് അദ്ദേഹം ആദ്യം പറഞ്ഞ വാക്ക് തന്നെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ചരിത്രം ആവർത്തിക്കുന്നല്ലോ എന്നുള്ളതിൽ നിരാശയുണ്ട് എന്ന് പറഞ്ഞത്. ഇതേ ആർജവത്തോടു കൂടിയാണ് ഇതിന് മുമ്പേ പ്രതിസ്ഥാനത്ത് നിന്നിരുന്ന ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള മനുഷ്യർ മുഴുവനും ഒരേ പാറ്റേണിലാണ് പ്രതികരിച്ച് കാണുന്നത്. അതേ പാറ്റേണിൽ തന്നെ ഇന്ന് ശ്രീ ദിലീപും പ്രതികരിച്ച് കണ്ടു. അതിലൊന്നും ഒരു മാറ്റവും കേരളത്തിന് വരുത്താൻ പറ്റിയില്ല. ഇതിൽ കുറച്ചുകൂടെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ ഈ അതിജീവിതയോടൊപ്പം ഉണ്ടായിരുന്നു. മീഡിയ മുഴുവൻ സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്നു. അതിജീവിത പരാതിയിൽ നിന്നും നേരത്തെയുള്ള കേസിൻ്റെ വ്യത്യാസം അതായിരുന്നു. കാര്യമായിട്ടുള്ള വ്യത്യാസം, പരാതിക്കാരി എന്ന നിലയ്ക്ക് കടുകിട കോംപ്രമൈസ് ചെയ്യാതെ നിന്നിട്ട് പോലും കേസിന് നേരത്തെ പറഞ്ഞ പോലെ പരാതിക്കാർ മുഴുവൻ മൊഴിമാറ്റി പറഞ്ഞ കേസ് പോലെ തന്നെ അത് പര്യവസാനിക്കുന്നല്ലോ എന്നുള്ളത് നമ്മളുടെ നിരാശ കൂട്ടുകയാണ് ചെയ്യുന്നത്.
അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ ഒരു മാതൃകയാകുന്ന ഒരു വിധി ആകേണ്ടതായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ചുറ്റിലും നടക്കുമ്പോൾ അത് എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് സമൂഹത്തിന് മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായൊരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇനിയിപ്പോൾ വരുന്ന സൊസൈറ്റിക്ക് അതൊരു മാതൃകയാക്കാമായിരുന്നതായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു വിധി അത് ആളുകളിലേക്ക് അതൊരു നെഗറ്റീവായി കൂടിയല്ലേ കടക്കുന്നത്? മാതൃകാപരമായിട്ട് ഇത്തരം കുറ്റവാളികളെ ശിക്ഷിച്ചതിൻ്റെ ഒന്നുപോലും തെളിവായിട്ട് കേരള ചരിത്രത്തിലില്ല. മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ഇത്തരം കേസുകൾ ഇല്ലായ്മ ചെയ്യാൻ അത് മതിയായിരുന്നു. പക്ഷെ അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. ഈ സ്ത്രീകൾ പരാതിയുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അവരെ കൃത്യമായിട്ട് ശിക്ഷിക്കപ്പെടണം എന്ന് ഈ യാത്രയിൽ പ്രത്യേകിച്ചും ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും കിട്ടിയ തിരിച്ചടികൾ അപ്പോഴപ്പോൾ തിരുത്തപ്പെട്ടിരുന്നെങ്കിൽ ഈ ഏറ്റവും അവസാനത്തെ വിധി ഇത്ര നിരാശ ഉണ്ടാക്കുന്ന ഒന്നാവുമായിരുന്നില്ല. കാരണം മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറുന്നു എന്ന് പറയുന്നു. പിന്നെ ഇതിനു മുമ്പ് ഈ ജഡ്ജ് എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പരാതിക്കാരി തന്നെ മുന്നോട്ട് വെക്കുന്നു. അത്രയും ബുദ്ധിമുട്ട് ഓൾറെഡി ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരാൾ മുന്നോട്ട് വെച്ചാൽ ആ സ്ഥാനത്ത് നിന്നും അവർക്ക് മാറിക്കൊടുക്കാവുന്നതായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.